പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കിബി. ഞാൻ അഷിക് ജോയ്. ഗരബന്താൽ മുന്നറിയിപ്പ് ഭാഗം 3. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗരബന്താൽ മുന്നറിയിപ്പിനെ കുറിച്ച് ഗരബന്താൽ ദർശക കൊഞ്ചിത എന്താണ് പറഞ്ഞത് എന്നാണ്. കൊഞ്ചിതയ്ക്ക് ഏകദേശം 72-73 വയസ്സായി. ഈ കൊഞ്ചിത ഗരബന്താൽ ദർശക കൊഞ്ചിത ഗൊൺസാൽവസ് ഇവർ മരിക്കുന്നതിനുള്ളിൽ ഈ ഗരബന്താൽ മുന്നറിയിപ്പ് സംഭവിക്കും. കാരണം ഈ ഗരബന്താൽ മുന്നറിയിപ്പ് കഴിഞ്ഞിട്ട് സംഭവിക്കേണ്ട ഒരു ഗരബന്താൽ മിറാക്കിൾ ഉണ്ട്. ആ മിറാക്കിൾ നടക്കാൻ പോകുന്ന മാസവും വർഷവും തീയതിയും കൊഞ്ചിതക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതറിയുന്ന രണ്ടാമത്തെ വ്യക്തി അത് വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പയാണ്. പോൾ ആറാമൻ മാർപ്പാപ്പയോട് മാത്രമാണ് കൊഞ്ചിത ഇത് സംഭവിക്കാൻ പോകുന്ന തീയതി, അതായത് ഗരബന്താൽ വാർണിങ്ങിൻ്റെ തീയതിയല്ല, ഗരബന്താൽ മിറാക്കിളിൻ്റെ തീയതി വെളിപ്പെടുത്തിയത്. എന്താണ് ഈ ഗരബന്താൽ മിറാക്കിൾ എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വാർണിങ്ങിനെ കുറിച്ച്, ഗരബന്താൽ മുന്നറിയിപ്പിനെ കുറിച്ച് കൊഞ്ചിത എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. 1965 സെപ്റ്റംബർ മാസം 14 കൊഞ്ചിതയായിട്ട് നടന്ന ഇൻ്റർവ്യൂവിൽ കൊഞ്ചിത പറഞ്ഞ ചോദ്യങ്ങൾക്ക് കൊഞ്ചിത നൽകിയ ചില ഉത്തരങ്ങളാണ് ഇവിടെയുള്ളത്. കൊഞ്ചിതയോട് ചോദിക്കുകയാണ്, മുന്നറിയിപ്പ് അതൊരു പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കുമോ, അത് ആന്തരികമായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കുമോ, അതോ ഭൗതികമായിട്ടും പുറമേയും അത് അനുഭവിക്കാൻ സാധിക്കുമോ? The warning is a thing that comes directly from God and will be visible throughout the entire world in whatever place anyone might be. കൊഞ്ചിത പറഞ്ഞത് ഈ മുന്നറിയിപ്പ് ദൈവത്തിൽ നിന്നും നേരിട്ട് വരുന്ന ഒന്നാണ്. അത് നിങ്ങൾ ലോകത്തിൽ എവിടെയായിരുന്നാലും അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ബെഡിൽ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ മുന്നറിയിപ്പ് സംഭവിക്കുന്ന സമയത്ത് അവർക്കിത് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് കൊഞ്ചിത പറയുന്നത്. Will the warning reveal personal sins to every person in the world and to persons of all faiths including atheists? Yes, the warning will be like a revelation of our sins, and it will be seen and experienced by believers and non-believers and people of any religion whatsoever. മുന്നറിയിപ്പ് നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവമായിരിക്കും. അത് നിരീശ്വരവാദിയാണെങ്കിലും ഈ പാപങ്ങൾ കാണുമോ എന്നാണ് ചോദ്യം. കൊഞ്ചിത നൽകിയ ഉത്തരം യെസ്, the warning will be like a revelation of our sins. കൊഞ്ചിത പറഞ്ഞ അതെ, നമ്മുടെ പാപങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമായിരിക്കും അന്ന്. എല്ലാവരും, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും ഇത് അനുഭവിച്ചിരിക്കും. ആർക്കും ഇതിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ ചോദ്യം, ഈസ് ഇറ്റ് ട്രൂ ദാറ്റ് വാർണിംഗ് വിൽ കോസ് മെനി പീപ്പിൾ ടു റിമെമ്പർ ദ ഡെഡ്? ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത്, മുന്നറിയിപ്പ് സംഭവിക്കുമ്പോൾ പലരും മരിച്ചവരെ ഓർക്കും എന്ന് പറയുന്നത് സത്യമാണോ? കൊഞ്ചിത പറഞ്ഞു, അതായത് ഈ മുന്നറിയിപ്പിൻ്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിലും ഭേദം മരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും നമ്മൾ കടന്നു പോവുക. Will the warning be recognized by the world as a direct sign from God? ഈ മുന്നറിയിപ്പ് സംഭവിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുമോ ഇത് ദൈവത്തിൽ നിന്നും നേരിട്ട് വരുന്ന ഒരു പ്രതിഭാസമാണെന്ന്? Certainly, തീർച്ചയായിട്ടും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ കൊഞ്ചിതയുടെ അഭിപ്രായത്തിൽ കൊഞ്ചിത പറയുന്നത് ഇത് ദൈവത്തിൽ നിന്നും വരുന്നതാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നത് കൊണ്ട് ഈ സംഭവം കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും പഴയ സ്വഭാവത്തിലോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് എന്ന് കൊഞ്ചിതയുടെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് സംശയം ഉണ്ടാവത്തില്ല, ആ മൊമെൻറ്റിൽ ഒരാൾക്ക് സംശയം ഉണ്ടാവുകയില്ല. ആ മൊമെൻറ്റിൽ എന്തുകൊണ്ടാണ് ഞാൻ ആ മൊമെൻറ്റിൽ എന്ന് പറയാൻ കാരണം, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആഴ്ചത്തേക്ക് എല്ലാം ഒരു താറുമാറായ അവസ്ഥയിലായിരിക്കും. ന്യൂസിൽ വാർത്ത വായിക്കാൻ ചിലപ്പോൾ ന്യൂസ് റിപ്പോർട്ടർ ഉണ്ടാവത്തില്ല, ചിലപ്പോൾ മരിച്ചിരിക്കാം, അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാമറാമാൻ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവരെല്ലാം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ട് അതിൽ നിന്നും ഓവർകം ചെയ്യാൻ അവർക്ക് ചിലപ്പം ദിവസങ്ങളും മാസങ്ങളും വേണ്ടി വന്നേക്കാം. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റിൽഡായി വരുമ്പോൾ അവിടെ സാത്താൻ അടങ്ങിയിരിക്കില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം മുതലുള്ള പത്രത്തിൽ വരാൻ പോകുന്ന വാർത്തകൾ ഇതൊരു ഹാലൂസിനേഷനാണ്, ഇതൊരു തോന്നലാണ്,
ശാസ്ത്രജ്ഞർ പല വഴിയും കണ്ടുപിടിക്കും ഈ ദൈവത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭൂമി പ്രത്യേക രീതിയിൽ ചെരിഞ്ഞത് കൊണ്ട്, സൂര്യൻ്റെ പ്രകാശം അങ്ങനെ എല്ലായിടത്തും വന്നതുകൊണ്ട് എല്ലാവർക്കും തോന്നിയ ഒരു പ്രതിഭാസമാണെന്നെല്ലാം പറഞ്ഞ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കും. അങ്ങനെ അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് വിശ്വസിച്ച പലരും പിന്നീട് ഇത് വെറും തോന്നലായിരുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഈ സാഹചര്യത്തിലാണ് നമ്മളിത് നേരത്തെ പറയുമ്പോൾ ഇമ്പോർട്ടൻസ്, ഇത് നമ്മളൊരാളോട് ഷെയർ ചെയ്യുകയാണ്, ഇതിങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ പറഞ്ഞിട്ട് അത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ വിശ്വസിക്കും. എൻ്റെ കൂട്ടുകാരൻ അന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് നമ്മളിത് പറയണം, പങ്കുവെക്കണമെന്ന് മാതാവ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനൊരു സംഭവമേ നടന്നില്ല എന്ന് മീഡിയാസിലൂടെ വരുന്ന നുണ വിശ്വസിച്ച് അവർ ഇതിനെ തള്ളിപ്പറയും. പിന്നീട് കൊഞ്ചിതയോട് ചോദിക്കുന്ന ചോദ്യം, വാട്ട് അബൌട്ട് ദ മെനി പീപ്പിൾ ഹു ഡു നോട്ട് നോ ക്രൈസ്റ്റ്, ഹൗ വിൽ ദേ അണ്ടർസ്റ്റാൻഡ് ദ വാണിംഗ്? ഇപ്പം ഞാനിതിപ്പം പറയുന്നതുകൊണ്ട് ഇതുവരെ കേൾക്കാത്ത ആളുകൾക്ക് ഇതൊരു പുതിയൊരു അറിവാണ്. നമുക്കിത് മനസ്സിലായി ഈ സംഭവം എന്താണെന്നുള്ളത്. പക്ഷെ ഇതിനെപ്പറ്റി അറിയാത്ത കത്തോലിക്കർ തന്നെയുണ്ട്, മറ്റ് സഭയിൽപ്പെട്ടവരുണ്ട്, ഈശോയെ അറിയാത്ത നിരവധി പേരുണ്ട്. അപ്പോൾ ഈശോയെ അറിയാത്തവർക്ക് ഈ വാർണിംഗ് എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുക? അപ്പം പറയുന്നത്, ഈശോയെ അറിയാത്തവർക്ക് ഇത് ദൈവത്തിൽ നിന്നുള്ളൊരു അടയാളമാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് അവർക്ക് ബോധ്യമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ കൊഞ്ചിതയോട് ഈ കൊഞ്ചിത നൽകിയ ഇൻ്റർവ്യൂയുടെ ചെറിയൊരു ഭാഗമാണിത്. ഇതിൽ കൊഞ്ചിതയോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് മുന്നറിയിപ്പ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ കൊഞ്ചിത പറയുന്നത് ഇരട്ട സംഖ്യ വരുന്ന വർഷത്തിലായിരിക്കും എന്നാണ് കൊഞ്ചിത പറയുന്നത്. അതായത് 2022, 2024, 2026, 2028, 2030 അങ്ങനെ. അപ്പം നമ്മൾ ഈ വർഷങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഞാനൊരു കാര്യം പറയട്ടെ ഇതിൻ്റെ കൂട്ടത്തിൽ, ഇത് തീർച്ചയായിട്ടും നടക്കാൻ പോകുന്ന കാര്യം. പക്ഷേ ഇതിനേക്കാളും ഉറപ്പായിട്ട് നടക്കാൻ പോകുന്നൊരു മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? നമ്മുടെ മരണമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇതാണ് മരണത്തിൻ്റെ എങ്കിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളും കഴിയുന്തോറും നമ്മൾ ഇതിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണലി നമ്മൾ പ്രിപ്പയർ ആവേണ്ടത് ഈ നല്ല മരണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഏത് നിമിഷവും ഇപ്പം കുഴഞ്ഞു വീണ് മരിക്കുന്ന കാലഘട്ടമാണ്. എന്താണ് കാരണം എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. നമ്മുടെ നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഇത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം, നമ്മൾ കാത്തിരിക്കണം. സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് ഈ വീഡിയോ കേട്ട് നിങ്ങൾ ഇന്ന് രാത്രി മരിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ ദിവസവും നമ്മൾ രാത്രി കിടക്കുമ്പോൾ നാളെ രാവിലെ എഴുന്നേക്കില്ല എന്ന് ചിന്തിച്ച് തുടങ്ങി കിടക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റും, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. കുഞ്ഞു കാര്യത്തിനൊന്നും നമുക്ക് വെറുപ്പ് വെച്ചിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എപ്പോഴും വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടോ എന്നുള്ളത്, സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യണം. പേടിപ്പിക്കാൻ ഷെയർ ചെയ്യണമല്ല, അവരൊരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. ഭാഗം 4 നമ്മൾ അടുത്ത ദിവസം പറയുന്നതായിരിക്കും. അതുവരെ വിവാ ക്രിസ്റ്റോറെ.